ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മൾ വിശ്വാസം എന്ന വിഷയമാണ് ഈ പ്രസംഗ പരമ്പരയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിന്തിക്കുന്ന വിഷയമെന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തം എന്ന് പറയുന്ന വിഷയം നമുക്ക് ചിന്തിക്കാം. വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് നൽകി തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും ഞങ്ങൾ കർത്താവിന് നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണം പിതാവേ. ഞങ്ങൾ ദൈവത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സകല മാനവമഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവിന് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും സമയത്ത് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തം. വാഗ്ദത്തങ്ങൾ എന്താണ്? വാഗ്ദത്തം എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ദൈവമക്കൾ ആകുവാനുള്ള അധികാരമാണ് വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തം എന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇവിടെ കാണുന്നതൊക്കെ സാധിക്കുന്നു. ലോകത്തിലെ സകല മനുഷ്യർക്കും ദൈവത്തെ അറിയണമെന്നും ഉള്ളവർ അവൻ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവൻ യഹൂദനായി തീരുക എന്നതാണ്. അവൻ യഹൂദനായി തീർന്നതിന് ശേഷമാണ് അവൻ രക്ഷ സ്വായത്തമാക്കി തീരുക്കാൻ സാധിക്കുന്നത് എന്നാണ് പഴയ നിയമത്തിലുള്ള ഒരു ദൈവിക രീതി എന്ന് പറയുന്നത്. അവൻ ആരായിരിക്കണം? അവന് യഹൂദനായിരിക്കണം. യഹൂദൻ്റെ അടുത്തേക്ക് വരണം. യഹൂദനിലൂടെയാണ് ലോകത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ന്യായപ്രമാണം ലഭ്യമായിരിക്കുന്നത്. അങ്ങനെ ആ ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ അവൻ യാഗകർമാദികൾ നടത്തുമ്പോൾ പാപപരിഹാര യാഗങ്ങളും അകൃത്യയാഗങ്ങളും സമാധാന യാഗങ്ങളും എന്ന് വേണ്ട നിരവധി യാഗങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. പുതിയ നിയമത്തിലെ സംബന്ധിച്ച്, പുതിയ നിയമ അനുയായികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളെ സംബന്ധിച്ച് ദൈവം പറയുന്നിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസം മൂലം നാം ദൈവമക്കളാകുവാനുള്ള അധികാരം ലഭിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. ലോകത്തിലെ സർവ്വ മനുഷ്യർക്കും അവൻ വിശ്വാസം എന്ന് പറയുന്ന ഒരൊറ്റ മാർഗത്തിലൂടെ ദൈവമക്കളെന്ന് പറയുന്ന വലിയ പദവിയുടെ അവകാശികളായിട്ട് മാറുവാൻ തക്കവണ്ണം ദൈവം അവർ വലിയൊരു അനുഗ്രഹത്തെ നൽകിയെന്ന് കാണുവാൻ സാധിക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ അവർക്കുള്ള വിശ്വാസികൾക്കുള്ള വാഗ്ദത്തം എന്താണ്? വാഗ്ദത്തം വിശ്വസിക്കുന്നതിലൂടെ ദൈവ പൈതലാകുവാനുള്ള അല്ലെങ്കിൽ ദൈവമക്കളാകുവാനുള്ള അവകാശമെന്ന് കാണുവാൻ സാധിക്കും. ദൈവമക്കൾ ആരാണ്? ദൈവമക്കൾ അത് വലിയൊരു പദവിയാണെന്ന് കാണുവാൻ സാധിക്കും. ലോകത്തിലെ വിവിധങ്ങളായ ജനസമൂഹങ്ങളുണ്ടെങ്കിലും ഇവരെല്ലാം തന്നെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും പക്ഷേ പ്രത്യേകമായ പദവി അലങ്കരിക്കുന്ന ദൈവ പൈതലെന്ന് പറയുന്ന അവകാശത്തിന് ആയി തീരണമെങ്കിൽ നാം അവർ ദൈവം വച്ചിരിക്കുന്ന ഒറ്റ ക്വാളിറ്റി, അവർ ദൈവത്തിൽ വിശ്വസിക്കണമെന്നതാണ്. അവർ ദൈവത്തിൽ വിശ്വസിക്കണമെന്നാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരേ ഒരു പ്രവൃത്തി മൂലം അവർ ദൈവമക്കളാകുവാനുള്ള അവകാശം ദൈവം നൽകി കൊടുത്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ വിശ്വാസിയെ, സഹോദര സഹോദരി, മാതാവേ പിതാവേ, എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ പറയുന്നു, ഇവിടെ പറയുന്നത് കാണുവാൻ സാധിക്കുന്നതിൻ്റെ അവനെ കൈക്കൊണ്ട്
അവനെ കൈക്കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ലോകത്തിന് മുമ്പിൽ സകലവിധമായിട്ടുള്ള ആളുകൾ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷയുടെ അനുഭവം പ്രാപിക്കണമെന്ന് പിതാവിന് മനസ്സ് തോന്നുകയാണ്. യേശുവിലൂടെ മാത്രം. യേശു രക്ഷകൻ, യേശുവാണ് ലോകത്തിൻ്റെ വഴി, നീതിയുടെ പാത. കർത്താവാണ് നമ്മുടെ രക്ഷകൻ എന്ന് കാണുന്ന ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാനാണ് വഴി, ഞാനാണ് രക്ഷ. വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയാണ്, സത്യമാണ്, നീതിയാണെന്ന് കാണുന്ന യേശുവിലൂടെ മാത്രമാണ് രക്ഷ കിട്ടുന്നത്. അപ്പോൾ ദൈവമക്കളാവുകളുടെ അവകാശം ആരെയാണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യും? നമുക്ക് രക്ഷ വാഗ്ദത്തം ലഭിക്കാൻ എന്നൊക്കെ സാധിക്കും. അപ്പോൾ ദൈവമക്കളാകുന്നത് എന്നെങ്ങനെയാണ്? വിശ്വാസത്താൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിശ്വാസത്തിന് വലിയൊരു പ്രാധാന്യം നമുക്ക് ബൈബിളിൽ കാണുവാനൊക്കെ സാധിക്കുന്നത്. ബൈബിളിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം കാണുന്നതൊക്കെ സാധിക്കുന്നത് ദൈവമക്കളാവുകളുടെ അധികാരം കൊടുത്തു എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. അടുത്ത നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാപിക്കുന്നതിന് വേണ്ടി നാം ദൈവത്തോട് വിശ്വസിക്കണമെന്ന് കാണാൻ സാധിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ശക്തി ലഭിക്കുകയുള്ളൂ. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ശക്തി ലഭിക്കുകയുള്ളൂ. വിശ്വസിക്കായകന് ശക്തിയില്ല. അപ്പം വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നീതിയുടെ പാതയിൽ ജീവിപ്പാനൊക്കെ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ പ്രാപിപ്പാനൊക്കെ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ നമുക്ക് അവരുടെ മുമ്പിൽ ഫലങ്ങളെ നമുക്ക് പുറപ്പെടുവിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ നാം ഓരോരുത്തരെയും വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരുടെ വാഗ്ദത്തങ്ങളിൽ രണ്ടാമതായിട്ടുള്ളത് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നാണ്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പോകുന്നിടത്തും വരുന്നിടത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. എങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചുകൊണ്ട് ദൈവം അവരുടെ സ്വന്തം മകനാക്കി മാറ്റണമെന്നും ദൈവ വഴികളിൽ അവർ ജീവിക്കണമെന്നും അവർ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണ സവിശേഷതകളുള്ളവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ആ ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി അവർ അപ്രകാരം പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വിശ്വാസം എന്ന് കാണുന്നതൊക്കെ സാധിക്കും. വിശ്വാസം, കർത്താവായ യേശു ക്രിസ്തുവിൽ പരിപൂർണമായി നാം വിശ്വസിക്കുക. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിപ്പാണ്ടൊക്കെ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തങ്ങളിൽ രണ്ടാമത്തെ വാഗ്ദത്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിപ്പാണ്ടൊക്കെ സാധിക്കും. ഒന്നാമതായി ദൈവമക്കളാകാനുള്ള അവകാശം, രണ്ടാമതായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനുള്ള അവകാശം. മൂന്നാമത്തെ അവകാശം എന്ന് പറയുന്നത് കാണുന്നതൊക്കെ സാധിക്കുന്നത് സ്വർഗീയമായ അവകാശം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇന്ന് ലോകത്തിലെ പല ആളുകളും പറയുന്നതുണ്ട്, നിരീശ്വരവാദികൾ, ദൈവത്തിൽ വിശ്വസിക്കാത്തവർ പറയും, ഈ ലോകത്തിൽ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്, ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ പോയിട്ട് എന്താണ് ചെയ്യാൻ തക്കൊണ്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തെ കളിയാക്കുന്നവരുണ്ട്. പ്രിയ മക്കളെ, സ്വർഗത്തിൽ പോകണമോ? ആളുകൾ ചിന്തിക്കും സ്വർഗത്തിൽ പോകാണ്ടൊക്കെ ഒരു വിഡിതം നിറഞ്ഞ കാര്യമാണ്, സ്വർഗത്തിൽ നിന്ന് പോകാണ്ടൊക്കെ സാധിക്കത്തില്ല എന്ന്, അല്ലെങ്കിൽ ഇവിടെയാണ് സ്വർഗവും നരകവും ഒക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പറയുന്നവർ തന്നെ ഒരു കാര്യം ഓർത്തു കൊള്ളണം, ഈ ഭൂമി വാസയോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു.
ഭൂമിയുടെ ചൂട് ക്രമാനുഗതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ജലാശയങ്ങളൊക്കെയും വറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി രമണീയമായ സുന്ദരമായിട്ടുള്ള വന സംവിധാനങ്ങളൊക്കെയും തകർന്നു കൊണ്ടിരിക്കുന്നു. ഓരോ ജീവജാലങ്ങൾ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അന്റാർട്ടിക്കയിലെ മഞ്ഞ് മലകൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു. ആഗോളതാപനം അതിൻ്റെ പാരമ്യത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യനെ കണ്ടുകൂടാനായിട്ടുള്ള അധാർമിക പ്രവൃത്തികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മലിനീകരണം വലിയൊരു ആഗോള പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ, പട്ടിണി, ഒപ്പം തന്നെ AI അല്ലെങ്കിൽ അപ്രകാരമുള്ള കമ്പ്യൂട്ടർ വൽക്കരണത്തിൻ്റെ ഉപയോഗം മൂലം മനുഷ്യൻ്റെ എല്ലാവിധമായ തൊഴിലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് വേണ്ട സർവ്വയിടങ്ങളിലും പ്രശ്നങ്ങൾ, പ്രകൃതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, വരൾച്ച, അല്ലെങ്കിൽ പട്ടിണി എന്ന് വേണ്ട നിരവധി പ്രകൃതി ദുരന്തങ്ങൾ, ഡിസാസ്റ്ററുകളൊക്കെയും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമക്കളെ, അതുകൊണ്ട് ആ സമയത്തൊക്കെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഭൂമി വാസയോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായിട്ടുള്ള ഇലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി പറയുകയാണ്, 2030 ആകുമ്പോഴത്തേക്ക് മനുഷ്യൻ ചൊവ്വയിൽ കോളനി സ്ഥാപിക്കണം. കാരണം ഈ ഭൂമി വാസയോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കോളനി സ്ഥാപിച്ച് അവിടെ താമസിക്കണം. ഈ ഭൂമി എന്ത് ചെയ്യുന്നു? അതിൻ്റെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ ജനങ്ങൾ ജോലി ചെയ്യുന്നത് ഈ മറ്റ് രാജ്യങ്ങളിലേക്കാണ്. കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ പോയി ജോലി ചെയ്യുന്നു, അവിടെ ജീവിക്കുന്നു. അവിടുത്തെ ജീവിത സുഖങ്ങളൊക്കെ അവിടുത്തെ എല്ലാം നല്ലതെന്ന് പറയുന്നു. ഒരുപക്ഷെ നാളെ വരും കാലങ്ങളിൽ നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ ഇനി ചൊവ്വയിലും പോയി ജോലി ചെയ്യുന്നവരായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവിടെ യാത്രാ സംവിധാനങ്ങൾ, ഒരുപക്ഷെ നാളെ അമേരിക്കയിലേക്ക് പോകുന്നവൻ നാളെ ചൊവ്വ ഗ്രഹത്തിലേക്ക് പോകുന്നു വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലേക്കാണ് അവരുടെ യാത്ര. ഭൂമിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നതിന് പകരം അവർ ചൊവ്വയിലേക്ക് യാത്ര ചെയ്യും. അല്ലെങ്കിൽ എയർ ഷിപ്പുകളുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് തിരിച്ചു വരേണ്ടതായിട്ടുള്ള കാലങ്ങളിലേക്കാണ് നാം ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ മക്കളെ, അപ്പോൾ അവർ പറയാൻ മടിയില്ല, ഈ ഭൂമി അപ്പം മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ആകാശം, പുതിയ ഭൂമിയും ദൈവത്തെ തന്നുകൂടാ? അതിലെന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല? അവർ ചൊവ്വയിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കും, ഭൂമിയെപ്പോലുള്ള മറ്റ് ഗ്രഹങ്ങളിൽ മറ്റ് പ്രപഞ്ചത്തിലുണ്ട്, അവിടെ പോയി താമസിക്കണമെന്ന് അവർ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നൊരു വ്യക്തി. അദ്ദേഹം പറയുന്നു, മനുഷ്യനെല്ലാം ഈ ഭൂമിയിൽ ചൂട് കൂടിയതിന് ശേഷം ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, മനുഷ്യൻ അങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അതുതന്നെയാണ് വ്യക്തമായും പച്ചയായും ബൈബിൾ പറയുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യനെ അവിടേക്ക് കൊണ്ടുപോകാണ്ടൊക്കെ ദൈവം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അബ്രഹാം ചെയ്ത പാപത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ലോകത്തിൻ്റെ എല്ലാം ശപിക്കപ്പെട്ട് അതിൻ്റെ നശീകരണത്തിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറയുന്നിരിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് പോകാനുള്ള അവകാശം നാം ലഭിക്കുന്നത് അതിനു വേണ്ടി എപ്പോഴാണ്? നാം വിശ്വസിക്കുന്ന വേണ്ടിയാണ്. വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് അതിന് സാധ്യമായി തീർന്നെന്ന് കാണുന്നതൊക്കെ സാധിക്കും. യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നത്: പ്രിയ സഹോദരന്മാരെ കേൾക്കുവിൻ, ദൈവം ലോകത്തിൽ ദരിദ്രന്മാരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? അപ്പോൾ ഇവിടെ കാണുന്ന സാധ്യത, പ്രിയ സഹോദരന്മാരെ കേൾക്കുവിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളും ആകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ എന്ന് പറയുന്നു. കാണുന്നതൊക്കെ സാധിക്കുന്നത് അവരെന്താണ്? അവർ വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നു? അവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികൾ. നമുക്ക് വേണ്ടി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ രാജ്യത്തിൻ്റെ അവകാശികളായിട്ടും ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? മാറ്റിയിരിക്കുന്നു വിശ്വാസത്താൽ. അതിനാധാരം എന്താണ്? വിശ്വാസം.
നാം സ്വർഗത്തിൽ പോകുമെന്നുള്ള വിശ്വാസം. ഒരൊറ്റ ചോദ്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ, ഒരൊറ്റ ചോദ്യം മാത്രം. ഈ ഭൂമി നശിക്കാൻ പോവുകയാണ്, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നിരീശ്വരവാദികൾ പോലും സമ്മതിക്കുന്നു. ഈ ഭൂമി വാസയോഗ്യമാണോ? ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം മലിനീകരണം, വായു മലിനീകരണം, കുടിവെള്ള മലിനീകരണം, ഭക്ഷണ സാധനത്തിൻ്റെ ലഭ്യതക്കുറവ്, വനനശീകരണം, ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടോ? കാലാകാലങ്ങളായി അതിനെ പരിഹരിക്കുവാൻ തക്കണം മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നടക്കുന്നുണ്ടോ? അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകൾ ഉരുകാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. നടക്കുന്നുണ്ടോ? ഒരിക്കലും നടക്കുന്നില്ല. ഇത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇത്രയും അനേകം മലകൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അനേകം മലകൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ മനുഷ്യൻ തടയാൻ തൊക്കണം സാധിക്കുന്നുണ്ടോ? വനത്തിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വന നശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മനുഷ്യൻ തടയാൻ തൊക്കണം സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യൻ തടയാൻ തൊക്കണം സാധിക്കുന്നുണ്ടോ? ചൂട് ക്രമാനുഗതമായി കൂടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് സാധിക്കുന്നുണ്ടോ? ചില ഉപകരണങ്ങളെ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ചൂട് കിട്ടാതിരിക്കാൻ AC നിർമ്മിക്കാം. പക്ഷേ ലോകത്തിൻ്റെ ഭൂമിക്ക് ചൂട് കൂടുന്നതിനെ മനുഷ്യന് തടയാൻ തൊക്കണം സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി നശ്വരമായിക്കൊണ്ട് നശിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നാം സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം സ്വർഗീയമായിട്ടുള്ള നമ്മുടെ അപ്പച്ചൻ, സകലത്തിൻ്റെയും ഉടയവനായ നമ്മുടെ കർത്താവ് ആദാമിന് ഹവ്വയ്ക്കും ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയും സൃഷ്ടിച്ചതുപോലെ, ഒരു ഭൂമിയും ആകാശം സൃഷ്ടിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര മനോഹരമായ സന്തോഷകരമായ വാർത്തയാണ്! അത് കേൾക്കുമ്പോൾ തന്നെ ആനന്ദപുളകിതമാകുന്നു. നമുക്ക് ഈ ഭൂമി ഉപേക്ഷിച്ച് സസ്യസമ്പൂർണമായിട്ടുള്ള ഒരു നിത്യമായ രാജ്യം നമുക്ക് അവകാശമായി ദൈവം നൽകുവാൻ കൊണ്ടുപോകുന്നു. അതിന് അതിൽ കടക്കൊണ്ടക്കൊണ്ടും ഉള്ള ഒരു വാഗ്ദത്തം ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് വിശ്വാസത്താൽ മാത്രം. വിശ്വസിക്കുന്നവർക്ക് നിശ്ചയമായും അത് സാധ്യമായി തീരും. വിശ്വസിക്കുമ്പോൾ നിശ്ചയമായും അത് സാധ്യമായി തീരുമെന്ന് കാണുവാൻ സാധിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ആ സ്വർഗീയ അവകാശം ലഭ്യമായി തീരുമെന്ന് കാണാൻ സാധിക്കുന്നു. അവസാനം 4ാമത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കാം. എബ്രായർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ കടന്ന് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോകസ്ഥാപന പ്രവൃത്തിയിൽ തീർന്നു പോയ ശേഷവും എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആരാണ്? വിശ്വസിക്കുന്നവരാണ്. പത്രോസ് ലേഖനം പറയുന്നു അതൊരു അവകാശമാണ്, നമ്മുടെ അവകാശമാണ്. ആ അവകാശം സാധ്യമായി തീരുന്നത് എപ്പോഴാണ്? സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന ആരാണ്? വിശ്വസിക്കുന്നവരാണ്. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. വിശ്വസിക്കുന്ന നാം ഓരോരുത്തരുമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ വിശ്വാസമാണ് അതിൻ്റെ ആധാരം. വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തങ്ങൾ എന്താണ്? ഒന്നാമതായി ദൈവമക്കളാകുള്ള അവകാശം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രാപിക്കാനുള്ള അവകാശം, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം, ആ സ്വസ്ഥത പ്രാപിക്കാനുള്ള അവകാശം. ഈ 4 അവകാശമാണ് വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക. ഈ അവകാശങ്ങളെ നമുക്ക് സാധ്യമായി തീരുവാൻ സാധ്യമായി തീരട്ടെ. ദൈവമക്കളാവുകളുടെ അവകാശം, ഒപ്പം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള അവകാശം, ഒപ്പം തന്നെ സ്വർഗരാജ്യത്തിൽ പോകുവാനുള്ള അവകാശവും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള അവകാശവും ദൈവം നമുക്ക് നൽകിത്തരുന്നത് ആരാണ്? ആ വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണ്, ദൈവമാണ് അത് നൽകിത്തരുന്നതെന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക. ലോകത്തിൻ്റെ വഞ്ചനയിൽ വീണു പോകരുതേ. ലോകത്തിലെ പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാർ, ഒരുപക്ഷെ സിനിമാ താരങ്ങൾ, ഒപ്പം തന്നെ ഒരു സാംസ്കാരിക നായകന്മാർ, ഒരുപക്ഷെ നമുക്ക് വളരെയധികം മോട്ടിവേഷൻ നൽകുന്ന ധാരാളം പേർ
ഇവരെല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് പറയും, വിശ്വസിക്കരുത്, അവരെന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കരുത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ. വിശുദ്ധ വേദപുസ്തകം എന്താണോ നമ്മോട് കൽപ്പിക്കുന്നത് അത് മാത്രമാണ് നാം വിശ്വസിക്കേണ്ടത്. മറ്റൊന്നും തന്നെ നാം വിശ്വസിക്കേണ്ടതില്ല. മറ്റൊന്നും തന്നെ നമ്മൾ വിശ്വസിക്കുന്നതിന് ആധാരമായി എടുക്കരുതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ വിശ്വസിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവമക്കളാകുള്ള അവകാശം, ശക്തി ലഭിക്കാനുള്ള അവകാശം, സ്വസ്ഥതയിൽ പ്രവേശിപ്പാനും സ്വർഗരാജ്യം അവകാശമായി ലഭിക്കാനുള്ള അവകാശമാണ് നമുക്ക് ലഭ്യമായി തീരുന്നത് കാണുവാൻ സാധിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ 4 അവകാശങ്ങൾ പ്രാപിച്ചുകൊണ്ട് ആയിരിക്കാൻ നോക്കണം. ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസംഗത്തിൽ വിരമിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവരുള്ള വാഗ്ദത്തം ഞങ്ങൾ ഓരോരുത്തരും പ്രാപിക്കേണ്ടതുണ്ടല്ലോ പിതാവേ. സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനും ആ സ്വസ്ഥത അനുഭവിപ്പാനും ദൈവമക്കളാകുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനുമുള്ള അവകാശം ദൈവം നമുക്ക് നൽകി തരുന്നല്ലോ പിതാവേ. ആ അവകാശം പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകാൻ അങ്ങ് ഇടവരുത്തല്ലേ പിതാവേ. ദൈവവുമായി നല്ലൊരു ബന്ധം ഞങ്ങൾ സ്ഥാപിപ്പാൻ കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കണമേ. കൃപ നിറയ്ക്കണം, മാനവമുഖത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസം നമ്മൾ എപ്രകാരമാണ് നമ്മളെ സ്വായത്തമാക്കുന്നത് നമുക്ക് ഈ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.